ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ മാർജിനൽ കോസ്റ്റിംഗ് ആണ്. വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്? മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ മാർജിനൽ കോസ്റ്റ് ടു ഓപ്പറേഷൻസ്, പ്രോസസ് ഓർ പ്രൊഡക്ട്സ്, leaving all fixed costs to be written off against profit in the period in which they arise. അപ്പം മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പോലെയൊക്കെ എ ടൈപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ടൈപ്പാണ്, ഒരു സബ് കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ സ്പെഷ്യലായിട്ട് എന്താണ് ചെയ്യുന്നത്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റിലോട്ട് ചാർജ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് മാത്രമായിരിക്കും. എന്താണ് മാർജിനൽ കോസ്റ്റ്? മാർജിനൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ദാറ്റ് വേരി അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റുകളാണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റ് എന്നും വോളിയം കോസ്റ്റ് എന്നും ആക്ടിവിറ്റി കോസ്റ്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്ക്. ക്ലോത്ത് യൂസ്ഡ് ഇൻ എ ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനി. ഒരു ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനിയിൽ എത്ര മീറ്റർ ക്ലോത്ത് ഉപയോഗിച്ചു എന്നത് എത്ര ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ അനുസരിച്ചാണ്. ഒരു ഷർട്ടിന് 2 മീറ്റർ ക്ലോത്താണ് വേണ്ടെങ്കിൽ ഇപ്പം 10 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ 20 മീറ്റർ ക്ലോത്ത് ചിലവാകുള്ളൂ. ചുമ്മാ 20 മീറ്റർ ക്ലോത്ത് നമുക്ക് ചിലവാകില്ല. സോ ആ ഒരു പ്രൊഡക്ഷനെ അനുസരിച്ച്, പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റുകളാണ് മാർജിനൽ കോസ്റ്റ് അഥവാ വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ് പ്രോസസ് അഥവാ ഓപ്പറേഷൻ കോസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നത് ആ ഒരു ആക്ടിവിറ്റിക്കുണ്ടായ മാർജിനൽ കോസ്റ്റുകൾ മാത്രമായിരിക്കും. ലീവിങ് ഓൾ ഫിക്സഡ് കോസ്റ്റ് ടു ബി റിട്ടേൺ ഓഫ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ അറൈസ്. ഫിക്സഡ് കോസ്റ്റുകളെല്ലാം പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യാതെ ഒരു പീരിയഡ് കോസ്റ്റായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രൊഡക്റ്റിലോട്ട് ചാർജ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റുമായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ കമ്പനി മാനുഫാക്ചേഴ്സ് ആൻഡ് സെൽസ് ടോയ്സ്. ടോയ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. വേരിയബിൾ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡ്യൂസിങ് ഈച്ച് ടോയ് ഇൻക്ലൂഡ് ഡയറക്റ്റ് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ, ടോയ് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്, പിന്നെ അതുണ്ടാക്കാനുള്ള ഡയറക്റ്റ് ലേബർ, അതുപോലെ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ്, മറ്റ് ചിലവുകൾ ആ ടോയ് ആയിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്തേ. ദിസ് കോസ്റ്റ് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ്. അടുത്ത് ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് മെറ്റീരിയൽ, ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡുമായിട്ട് വേരിയബിൾ കോസ്റ്റുകളുണ്ട്. ഇനി ഫിക്സഡ് കോസ്റ്റ് ഓൺ ദ അതർ ഹാൻഡ് ഇൻക്ലൂഡ് എക്സ്പെൻസസ് ലൈക്ക് റെൻറ്റ് ഫോർ മാനുഫാക്ചറിങ് ഫെസിലിറ്റി. ആ ഒരു ബിൽഡിങ്ങിനുള്ള റെൻറ്റ്, അവിടെ എത്ര ടോയ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും റെൻറ്റ് മന്ത്ലി ഫിക്സഡ് ആയിരിക്കും. അതുപോലെ സാലറീസ് ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ്, പ്രൊഡക്ഷനിലല്ലാതെ ബാക്കി പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിന് വരുന്ന സാലറി ഈ ഒരു ടോയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് സാലറി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് ഓഫീസർക്കുള്ള സാലറി അക്കൗണ്ട്സ് ആണ് പുള്ളി പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര ടോയ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അക്കൗണ്ടൻറ്റിനുള്ള സാലറി അത് ഫിക്സഡ് ആണ്, അത് കൊടുത്തേ പറ്റൂ. അതുപോലെ മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ, ഇതുപോലെയുള്ള ഫിക്സഡ് കോസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. ദീസ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര ടോയ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ അനുസരിച്ചല്ലാതെ എത്ര ടോയ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു ടോയ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവിടെ മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്ന വേരിയബിൾ കോസ്റ്റും ഉണ്ട്. എന്താണ്, റെൻറ്റ്, സാലറി, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഫിക്സഡ് കോസ്റ്റുമുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യാം. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടോയ് പെർ ടോയ് ആണ് നമ്മൾ ഇതിൻ്റെയൊക്കെ വേരിയബിൾ കോസ്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ₹2 പെർ ടോയ്. ഓക്കെ, ഒരു 2 രൂപയുടെ മെറ്റീരിയൽ ഒരു ടോയ്ക്ക് മതി. ലേബറോ 1 രൂപയുടെ ലേബർ. വേരിയബിൾ ഓവർഹെഡ് 50 പൈസ, 0.50. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ ടോയ്, ഒരു ടോയ്ക്ക് എത്രയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരുന്നത്? 3.50. ഓക്കെ, ഇനി ഫിക്സഡ് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം ടോയ് അനുസരിച്ചല്ല, ഫിക്സഡ് ആയിട്ടുള്ളതാണ്. സോ റെൻറ്റ് ₹5,000, സാലറി 3,000, ഡിപ്രിസിയേഷൻ 2,000. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ₹10,000. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും 10,000 തന്നെയാണ്. വേരിയബിൾ കോസ്റ്റ് യൂണിറ്റ്സിനനുസരിച്ച് മാറും. സോ 1000 ടോയ്സ് ആണ് നമ്മൾ ആ ഒരു പീരീഡിലോട്ട് പ്രൊഡ്യൂസ് ചെയ്തത്.
അപ്പം 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 3.50 ആണ്. 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും വേരിയബിൾ കോസ്റ്റ്? 1000 ഇൻറ്റു 3.50. 1000 ഇൻറ്റു 3.50 ആണ് വേരിയബിൾ കോസ്റ്റ്. സോ വേരിയബിൾ കോസ്റ്റ് 3500 കിട്ടി. ഓക്കെ, ഈ 3500 ആയിരിക്കും പ്രൊഡക്റ്റ് കോസ്റ്റായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതും അലോക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, പെർ യൂണിറ്റ് കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് മാറുന്നതനുസരിച്ച് ഈ ഒരു വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു കോസ്റ്റാണ് നമ്മൾ പ്രൊഡക്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഫിക്സഡ് കോസ്റ്റുകളുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? 3 കോസ്റ്റും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 10,000 ആണ് കിട്ടിയത്. സോ ആ 10,000 ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ടോയിലോട്ട് അലോക്കേറ്റ് ചെയ്യില്ല. Now the fixed cost of 10,000 would not be allocated to toys but treated as period cost. This would be deducted from total revenue to determine the profit. Let's assume total revenue from selling 1000 toys is 15,000. Okay, 15,000 ആണ് നമ്മുടെ സെയിൽസിൽ നിന്നും കിട്ടിയ റവന്യൂ. അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് മാത്രമേ കോസ്റ്റ് ആക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, 3,500. ഓക്കെ, ഇതിൽ നിന്നും വീണ്ടും നമ്മൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് 10,000 കുറച്ചിട്ട് മിച്ചം വരുന്നതാണ് പ്രോഫിറ്റ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഫിക്സഡും വേരിയബിളും ഒരുമിച്ച് കുറച്ചിട്ടുണ്ട്. 15,000 നിന്ന് 3,500 10,000 കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 15,000 നിന്ന് 3,500 കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ആണ് പ്രോഫിറ്റായിട്ട് മാർജിനൽ കോസ്റ്റിങ്ങിൽ കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. ഈ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ശരിക്കുമുള്ള പ്രോഫിറ്റ്. ഇൻ ദിസ് എക്സാമ്പിൾ അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് all variable costs are charged to the production of toys and fixed costs are treated as period expense, providing a clearer picture of contribution margin and profitability per unit. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് ബാക്കി പോയിൻറ്റ്സുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സിമ്പിളായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് ഇത്രേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുകയും ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ഒരു പ്രോഫിറ്റ് കാൽക്കുലേഷന് മാത്രം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇവിടെ എല്ലാ കോസ്റ്റും വേരിയബിൾ ആൻഡ് ഫിക്സഡ് എന്ന് ക്ലാസിഫൈ ചെയ്യേണ്ടതും ഈ ഒരു കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.